अंधेरी में एक्सीडेंट हुआ, एम्बुलेंस बजाओ, टैक्सी। ये क्या है साहब? ठीक है, चलो भाई। अरे ये क्या हो गया? ऐसे कोई को खोलो, बचाओ। आप चले, ये क्या हो गया? ഫസ്റ്റ് ക്ലാസ്സിൽ എനിക്കൊരു AC കിട്ടാൻ ചാൻസ് ഉണ്ടോ? ചാൻസേ ഇല്ല. ലോക്കലോട്ട് പൊക്കോ. നോക്കണ്ട സാർ, പൊക്കോ. 110 പേര് യാത്ര ചെയ്യുന്ന കമ്പാർട്ട്മെന്റില് 1.5 ലക്ഷം പേരാ വന്നിരിക്കുന്നത്. നിങ്ങളും പോയി കുത്തിയിരുന്നു. എന്താടാ നീ ചെയ്തേ? സുഡോക്ക്. കുട്ടിയുടെ ബട്ടക്സ് തട്ടിയിട്ട് സുഡോക്കുന്നോ? സാർ എന്തിനാ ടിറ്റിആർ വിളിക്കുന്നത്? എന്താ? നമസ്കാരം സാർ. നീ എന്താ ഇവിടെ? വെയിറ്റ് മാഡം, എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞു കൊടുക്കൂ. ഞാൻ തനിച്ചാണെന്ന് അറിഞ്ഞുകൊണ്ട് എന്റെ ബട്ടക്സിൽ അടിച്ചോ സാർ. ഞാനോ? നീ തന്നെ. നോക്കാനിരുന്നതാ. നിന്ന് വെള്ളം ഇറക്കാതെ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്ക് സാർ. അടുത്ത സ്റ്റേഷനിൽ ഇറക്കി റെയിൽവേ പോലീസിന് കൈമാറാം. എടുക്കണ ലഗേജ്. സ്ത്രീകളോട് മര്യാദയ്ക്ക് പെരുമാറണം. റൈറ്റ്? നൗ ഐ ആം ഗോയിങ് ടു അൺറിസർവ്. നോ സർ, വെയിറ്റ് എ മിനിറ്റ്. ഈ ടിക്കറ്റില് നിങ്ങൾ യാത്ര ചെയ്തോളൂ. സർ പ്ലീസ്. ഇവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. വാടാ. സാർ സാർ. ഒത്തിരി നന്ദിയുണ്ട്. നോ നോ, ഞാൻ എന്റെ കടമ മാത്രമല്ലേ ചെയ്തു. നിങ്ങൾ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ചെന്നൈ വരെ തനിച്ചു പോകേണ്ട സ്ഥിതി വന്നേനെ. താങ്ക്സ്. നിങ്ങൾ? ഞാൻ മുംബൈ ടു ചെന്നൈ. എന്റെ പേര് ധനലക്ഷ്മി. നേറ്റീവ് ചെന്നൈ. ഓ, മേട്ടുപ്പാളയം. എന്താ ചിരിക്കുന്നേ? ഇല്ല, ഒരു ജോക്ക് ആലോചിച്ചപ്പോ ഒന്ന് ചിരിച്ചു പോയത്. എന്ത് ജോക്ക്? തന്നെ പോലെ ഒരു പെണ്ണ് വെള്ളത്തിലേക്ക് വീണു. അയ്യോ. നീന്തൽ അറിയാൻ പാടില്ല, എന്നാലും ആരെങ്കിലും വന്ന് രക്ഷിക്കും. എന്തുകൊണ്ട്? എങ്ങനെ? അവളും തന്നെ പോലെ ഒരു സുന്ദരിയല്ലേ. ആക്ച്വലി ഈ നോവലില് ഐ തിങ്ക് 15th ചാപ്റ്ററിലാണെന്ന് തോന്നുന്നു, 126ാമത്തെ പേജിൽ. ഇറ്റ്സ് ടു ഇൻട്രസ്റ്റിംഗ്. സാർ എവിടെ പോണം സാർ? സിറ്റിയിലെ ആദം ജ്വല്ലറിയിലേക്ക് പോ.
യെസ്. CBI വന്നിരിക്കുന്നു. അയ്യോ CBI യോ? അയ്യോ പ്രസാദ്, നീയോ? CBI എന്ന് പറഞ്ഞു. സാർ അങ്ങനെ പറഞ്ഞ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് ചുരുക്കി CBI എന്ന് പറഞ്ഞു. ഓ ഞാനൊന്ന് പേടിച്ചു പോയി. വരൂ സാർ. ആഹാ. പിന്നെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു പ്രസാദ്? അങ്ങനെ കാര്യമായിട്ടൊന്നും ഇല്ല സേട്ടെ. ബാങ്കിലെ ജോലിയല്ലേ, മാസം 30,000 രൂപ ശമ്പളം. മാസം 30 ലക്ഷം കിട്ടിയാലും പറ്റത്തില്ല. എങ്ങനെ പറ്റും സേട്ടെ, എങ്ങനെ പറ്റും? സുഖ സൗകര്യങ്ങളോട് ശീലിച്ചു പോയില്ലേ. അത് പറ്റാത്തത് കൊണ്ടല്ലേ ഫോറിനിലുള്ള ഇന്ത്യക്കാരുടെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത പണമെടുത്ത് തന്നെ പോലുള്ള ബിസിനസ്സുകാർക്ക് റോൾ ചെയ്യാൻ തന്നത്. സോറി പലിശയ്ക്ക് തന്നത്. ക്യാഷ് അങ്ങോട്ട് എണ്ണി വാങ്ങുമ്പോഴുള്ള സ്നേഹം തിരിച്ചു ചോദിക്കുമ്പോൾ ആർക്കും ഉണ്ടാവില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. താനും അതിന്ന് ഒട്ടും വ്യത്യസ്തനല്ലടോ. അപ്പോ ഇന്ന് രാത്രിയിലേക്ക് കോവിൽ അറേഞ്ച് ചെയ്യട്ടെ? വിഷയം മാറ്റേണ്ട സേട്ടെ. താൻ തരാനുള്ള 1.5 കോടി രൂപ ഒരാഴ്ചക്കുള്ളിൽ എനിക്ക് കിട്ടണം. ഞാൻ കുറച്ച് കഷ്ടത്തിലാ, കട വരെ നഷ്ടത്തിലാ ഓടുന്നു. അയ്യോ കണ്ടുപിടിച്ചല്ലോ. ഇതാ നിന്റെ ഒരു വീക്ക്നെസ്. പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് എന്ത് വേണേലും ചെയ്യും. ഇങ്ങനെയൊന്നും ആയില്ലെങ്കിൽ തന്റെ ഒന്നും കൂടെ ബിസിനസ് ചെയ്യാൻ പറ്റില്ല സേട്ടെ. ആകെ കടമാണ്, നഷ്ടമാണ്, കണക്കില്ലാത്ത സ്വർണ്ണമല്ലേ ഇത്. ഇതെല്ലാം കൂടി ഒരു 3.5 കോടിക്കുള്ളതുണ്ടാവില്ലടോ. കറക്റ്റ് ആണല്ലോ. നീ CBIക്കാളും എടുക്കാനാ കേട്ടോ. മൊത്തത്തിൽ ഞാനങ്ങ് വിഴുങ്ങിയാലോ? വേണ്ട ഒരാഴ്ച കഴിഞ്ഞ് നാളെ തന്നെ തന്നേക്കാം. വാ. ഗുരു, ഗുരു, I'm sorry ഗുരു. സോറി. നിന്നെ പിരിഞ്ഞതിൽ നിന്ന് ഇത്രയും നാൾ ഞാൻ എന്തുമാത്രം വേദനിക്കുന്നറിയൂ. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കൂ ഗുരു. വാ, വീട്ടിലേക്ക് പോ. എന്താ ഗുരു സൈലന്റ് ആയിരിക്കുന്നേ? എന്തെങ്കിലും ഒന്ന് പറ. I love you. വാ ഗുരു. ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കുന്നേ. നമ്മളെ ഒരുമിച്ച് കണ്ട അച്ഛൻ എന്തുമാത്രം സന്തോഷായിരിക്കുമെന്നോ. അച്ഛാ അച്ഛാ അച്ഛാ. ഗുരു, ഇവനായിരുന്നു അച്ഛൻ. എവിടെയായിരുന്നു മൈസൺ? നിന്റെ പേരിൽ ഒരു തെറ്റുമില്ല. നീ വളരെ ഇന്നസെന്റ് ആണ്. പക്ഷെ ഇവളായിരിക്കും എന്തെങ്കിലും തെറ്റ് ചെയ്തതെന്ന് ഞാൻ അപ്പോഴേ വിചാരിച്ചാ. അച്ഛാ, പഴയതൊക്കെ എന്തിനാ ഓർമ്മിപ്പിക്കുന്നേ? ഓക്കേ ടേക്ക് കെയർ. വാ ഗുരു. ഓക്കേ ചെല്ല്. ബൈ ഡാഡ്. Bye. ബൈ ഗുരു. ഇനി മുതൽ ഇതാണ് നിന്റെ മുറി. നമ്മുടെ പുതിയ ജീവിതം ആരംഭിക്കുമ്പോ പുതിയ വീടും ആയിക്കോട്ടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി എന്നെ പിരിഞ്ഞു പോവാൻ പറ്റില്ല. എന്നും ഇവിടെ തന്നെ കഴിഞ്ഞാ മതി. 2 minutes
ഞാൻ ഇപ്പൊ വന്നേക്കാം. ഹാ, ഇതിനിടയ്ക്ക് ഇങ്ങനെയും ട്വിസ്റ്റ് ഉണ്ടോ? ആ? ഗുരു, ബൂസ്റ്റ്. നിങ്ങളുടെ നാട്ടിലെ ഉത്സവത്തിനടുത്ത് DVD വന്നിട്ടുണ്ട്. കാണുന്നോ? Wait. ദാ നിന്റെ ഫ്രണ്ട്സ്. ഒറിജിനൽ നാടൻ ആട്ടം നോക്ക്. നിന്റെ അച്ഛനും അമ്മയും സൂപ്പർ ജോഡി, നമ്മളെ പോലെ തന്നെ. എന്തോ പ്രസാദം ഇത്? ഓ, അയ്യോ, നിന്നെ പോലെ തന്നെ ഉണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാ? അഴകുള്ള പെണ്ണും അളവില്ലാത്ത ആസ്തിയും അനുഭവിക്കാൻ യോഗമുള്ളവന്റെ കയ്യിലേക്ക് വരണം. ഞാൻ രണ്ടും അങ്ങ് അനുഭവിക്കാൻ തീരുമാനിച്ചു. ആസ്തിയും അഴകും എത്രമാത്രം അധികമാണോ അതേ അളവിൽ ആപത്തും അധികമാ. ഈ ആനന്ദ് ജലപ്പൻ സാധാരണക്കാരനല്ല, ഈ സ്റ്റേറ്റിലുള്ള ടോപ്പ് 10 പണക്കാരിൽ ഒരാളാ. മനസ്സിലാക്കിയാ നല്ലത്. അടടടടടടടടടാ. എങ്ങനെ തിരിച്ചറിയും സേട്ടെ? ഈ രഹസ്യം അറിയാവുന്ന 2 പേർ നമ്മളാ. എന്നെ ഞാൻ തന്നെ കാണിച്ചു കൊടുക്കുവോ? പിന്നെ എന്റെ നോട്ടം കണ്ടിട്ട് എന്നെ പോലും വിശ്വാസമില്ലാത്ത പോലാണല്ലോ. എന്നെ പോലും വിശ്വാസമില്ല സേട്ടെ, എന്നെ പോലും വിശ്വാസമില്ല. ഞാൻ ഇമോഷണലായ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ലെന്ന് തനിക്കറിയാമല്ലോ സേട്ടെ. താൻ ബ്ലേഡ് കമ്പനി നടത്തുന്ന ആളാ. വെറുതെ ഒന്നും ചെയ്യണ്ട. പതിവ് പോലെ റൊട്ടേഷൻ എത്ര ക്യാഷ് വേണമെന്ന് പറ. ഇതാ നമ്മുടെ ഡീല്. ഓ ഓ, നോ സ്മോക്കിംഗ്, നോ സ്മോക്കിംഗ്. ബിൽഡിംഗ് മുഴുവൻ ഫയർ അലാറം വെച്ചിട്ടുണ്ട്. അപ്പൊ വരട്ടെ സേട്ടെ. ശരി ശരി, സൂക്ഷിക്കണേ പ്രസാദ്. ഗുരു ആ, ഗുരു ഗുരു. ഗുരു, ഗുരു, ഗുരു. ഗുരു 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 ഗുഡ് ഗുരു. മോർണിംഗ്. ബൂസ്റ്റ് കുടിക്ക്. നിന്റെ വീട്ടിൽ നിന്ന് ലഗേജ് മൊത്തം എടുത്തോണ്ട് വന്നിട്ടുണ്ട്. എല്ലാം ഉണ്ടോന്ന് നോക്കിക്കേ. 1/2 മണിക്കൂറിനുള്ളിൽ റെഡി ആവണം. ഷോപ്പിങ്ങിന് പോവാനുണ്ട്. ഗുരു, ഗുരുവിന്റെ ഡയറി. യാ, ഈ കടയിൽ നിനക്ക് ഡിസ്കൗണ്ട് ഉണ്ടോ? എന്റെ സെലക്ഷൻ അല്ലേ നിനക്ക് ഇഷ്ടപ്പെടാത്തത്? നീ തന്നെ സെലക്ട് ചെയ്തു. ഹായ് അബി. ചേട്ടാ അബി. ഹായ് ശ്വേത. ഹായ് ശ്വേത. ഹൗ ആർ യു? ഹായ് ശക്തി. ഒരു പർച്ചേസിങ്ങിന് വന്നതാ. എന്താടേ ഗുരു കാണാത്ത മട്ടില്? അങ്ങനെയൊന്നുമില്ല. ഗുരു, നീ സ്പോർട്സിൽ വിട്ടുകൊടുത്തോന്ന് അവൻ അറിയില്ല. എന്തിനാ തിരിഞ്ഞു നിൽക്കുന്നേ? ജസ്റ്റ് ഒരു ഹായ് പറയേ. ഹായ്. ഹായ്. സോറി, ഞാനെന്തോ ചെറിയ ടെൻഷൻ. ഇറ്റ്സ് ഓക്കെ. ഇതെങ്ങനെയുണ്ട്? നൈസ്. മാഡം. താങ്ക് യു. ശരി മാഡം. ബൈ. ശരി സർ. ഏയ് അബി, ആ, എന്താ ബില്ല് പേ ചെയ്യാതെ പോന്നെ? മറന്നുപോയോ നീ? എന്താ ഗുരു കളിയാക്ക? ഇത് നമ്മുടെ കടയാ. നമ്മുടെ കടയോ? ഗുരു, എന്താ ആലോചിക്കുന്നേ? ജോലി വേറെ, കുടുംബം വേറെ. ഒരിക്കലും രണ്ടിനെയും കൂട്ടിക്കുഴയ്ക്കാൻ പാടില്ല. ഇന്ന് നീ ബില്ല് പേ ചെയ്യാതെ പോയെന്ന് വെക്കും. ഇത് കണ്ടിട്ട് നാളെ ഞാൻ കാഷ്യർ ആയിട്ടിരിക്കുന്ന കടയല്ലേ എന്ന് വിചാരിച്ച് കാഷ്യറും മാനേജറും സെയിൽസ്മാനും ഇങ്ങനെ ചെയ്താൽ എന്താവും? പുറത്ത് എന്ത് ധർമ്മം വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷെ ബിസിനസ്സിൽ ഒരു ചെറിയ കർച്ചീഫിന് പോലും കണക്കുണ്ടാവണം. സർ സർ വേണ്ട സർ.
ഗുരു സൂപ്പർ. ഗുരു ഒന്ന് താഴെ വരുമോ? നിനക്കൊരു സർപ്രൈസ് ഉണ്ട്. എന്താ? വാ വന്ന് നോക്ക്. എ- വാ. ഏയ്. നോ നോ നോ, വേഗം ആക്ഷൻ എടുക്ക്. ഗുരു, എന്റെ വരുംകാല മരുമകൻ. നമസ്കാരം. നമസ്കാരം. ജൗളിക്കടയിൽ നടന്നത് അബി എന്നോട് പറഞ്ഞു. അതുകൊണ്ടാ ഈ ഒരു തീരുമാനം. എന്ത് തീരുമാനം? എൻ്റെ എല്ലാ കൺസേണും നീ തന്നെ മെയിൻറ്റെയിൻ ചെയ്താൽ നന്നായിരിക്കുമെന്നാണ് എനിക്കുള്ള അഭിപ്രായം. അതുകൊണ്ടാണ് എൻ്റെ മുഴുവൻ സ്വത്തുക്കളും എൻ്റെ വരുംകാല മരുമകനായ നിന്റെ പേരിൽ മാറ്റി എഴുതിയത്. അന്തരിച്ചുപോയ പ്രീമിയർ ചെല്ലപ്പൻ്റെ ഏകമകനായ ആനന്ദ് ചെല്ലപ്പൻ എന്ന ഞാൻ എൻ്റെ ഭാവി മരുമകനായ ഗുരുമൂർത്തിക്ക് എൻ്റെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ഉൾപ്പെടെയുള്ള എല്ലാ സ്വത്തുക്കളും കൈകാര്യം ചെയ്ത് അനുഭവിക്കാൻ എൻ്റെ സ്വബോധത്തോടെയും പൂർണ്ണമായ സമ്മതത്തോടെയും ഞാൻ എഴുതി വയ്ക്കുന്നു. എന്താ? കയ്യൊപ്പ്. ആരുടെ കയ്യൊപ്പ്? നിങ്ങളല്ലേ മിസ്റ്റർ ഗുരു? അങ്ങനെയല്ലേ അങ്ങേര് പരിചയപ്പെടുത്തിയത്? അതെ. പിന്നെന്തിനാ ഒറ്റയ്ക്ക് വന്ന് ചോദിക്കുന്നേ? നിങ്ങളുടെ ഒപ്പ് വേണം സാർ. പ്ലീസ് ഒപ്പിടാൻ എന്താ സാർ ഇത്ര മടി? ഗുരു, പ്രൊസീഡ്. ഗുരു, ആ കയ്യൊപ്പോ? ഒപ്പിട്. എന്താ അബി ഇത്? ഗുരു ഗുരു, എന്തു പറ്റി നിനക്ക്? സോറി. ആദ്യം നിങ്ങളെല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ വിചാരിക്കുന്ന ആൾ ഞാനല്ല. എന്നെ പറ്റിയുള്ള കാര്യങ്ങൾ പറയാൻ സമയമായി. എന്താ ഗുരു, എന്താ നീ പറയുന്നേ? പിന്നെ അല്ലാതെ അബി, ഈ സ്വത്തിനു വേണ്ടിയാണോ ഞാൻ നിന്നെ സ്നേഹിച്ചേ? ഞാൻ നിന്നെ ആദ്യമേ കണ്ടപ്പോൾ തന്നെ ഞാൻ നിന്നെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ, അല്ലാതെ സ്വത്തിനെയല്ല. പിന്നെ ഡവറി വാങ്ങിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാ. ഞാൻ പോകുന്നു. ഏയ് ഗുരു, ഓവറായോ? ഇതെന്തിനാ ഡൗറിയായിട്ട് കരുതുന്നേ? പിന്നെ എങ്ങനെ കാണണം? പിന്നെ എങ്ങനെ കാണണമെന്നാ? കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണിന്റെ കയ്യിലെ കാശ് കണ്ട് ജീവിക്കേണ്ട ഗതികേട് ലോകത്തിലെ ഒരാണിനും ഉണ്ടാവാൻ പാടില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, ഏതോ ഒരു സിനിമയിൽ MGR പറഞ്ഞതാ. അതുകൊണ്ട് ഇനി എന്നെ സംബന്ധിച്ച എന്ത് തീരുമാനമെടുത്താലും ആദ്യം എന്നോട് അതിനെക്കുറിച്ചൊന്ന് പറയണ വച്ചാ. ഇങ്ങനെ പെട്ടെന്ന് വന്നതിനെ ടെൻഷൻ ആക്കരുത്. കൂട്ടമായിരുന്ന് ആലോചിച്ച് തീരുമാനമെടുക്കാൻ എളുപ്പമാ, പക്ഷെ ഒറ്റയ്ക്ക് ഒരു തീരുമാനമെടുക്കാൻ എന്ത് പാടാണെന്നറിയാമോ? ഒന്ന് നിന്നേ. കണ്ടുപിടിച്ചോ? വെൽ ഡൺ മിസ്റ്റർ ഗുരു. ഓ ഗുരു, യു ആർ റിയലി ഗ്രേറ്റ്. നിങ്ങളുടെ ഈ പോളിസിയെ ഓരോരുത്തരും ഫോളോ ചെയ്യണം. നന്നാവും. നിങ്ങളിപ്പോൾ ചെയ്തത് വലിയൊരു കാര്യമാണ്. എന്തെല്ലാം ചെയ്യുന്നു, ഇതതിലൊന്നു മാത്രമല്ലേ മിസ്റ്റർ രാജ് പാണ്ഡി? ഓക്കെ ഓക്കെ. ചിരിക്കാതെ ചെല്ല്. മിസ്റ്റർ ചെല്ലപ്പൻ, ഞാൻ വരട്ടെ. സോറി ഫോർ ദ ട്രബിൾ. സോറി അങ്കിൾ. മിടുക്കനായ മരുമോനാണ് സാർ. എന്നാ വരട്ടെ മോളെ. ബൈ.